പ്രൈസ് ലോർഡ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ കഴിഞ്ഞ ദിവസം ഒരു ഒരു ബ്രദർ വിളിച്ചിട്ട് ഒരു പ്രാർത്ഥിക്കുന്നുണ്ട്, വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ സൂക്ഷിക്കേണ്ട സമയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്ത്യകാലഘട്ടത്തെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം മനുഷ്യന്റെ, അതായത് ദൈവത്തിന്റെ സഭയെ തന്നെ പിശാച് അതിന്റെ മേല് തന്ത്രങ്ങൾ ഇട്ട് സഭയെ ഭിന്നിപ്പിച്ച് നമ്മളെയും ലോകത്തിന്റെ കാര്യങ്ങളിൽ തിരക്കുള്ളവരാക്കി ദൈവത്തിൽ നിന്ന് പതിയെ പതിയെ അകറ്റുന്ന വിധത്തില് സുഖങ്ങളൊക്കെ തന്ന് സെറ്റിൽ, നമ്മൾ ലോകത്തിൽ വലിയ സ്ട്രഗിൾ ഒന്നും ഇല്ലാതെ സഭ ഇപ്പം കടന്നു പോകുന്നത്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാണ് കടന്നു പോകുന്നത്. എല്ലാ സഭകളും പ്രശ്നങ്ങളിലൂടെ ഒന്നും കടന്നു പോകുന്നില്ല. അപ്പോൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സഭകളുണ്ട്. ഇപ്പോൾ ലോകത്തില് എപ്പോഴും സഭ ചില, നമ്മൾ ലോകത്തിന്റെ തിരക്കില് പതിയെ വീണ് ലൈവായിട്ടുള്ള ആ ബന്ധം ഒരു ആരാധന അല്ലെങ്കിൽ ഞായറാഴ്ച കൂടി വരുന്ന ഒരു തലത്തിൽ മാത്രം നിന്നുകൊണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഈ പറയുന്ന ഗ്രൂപ്പ് പ്രാർത്ഥനകളിൽ മാത്രം കൂടി നിന്ന്, അങ്ങനെ ചില ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പോഴോ പറഞ്ഞതുപോലെ പേഴ്സണലി ഉള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതെ അകന്നു പോകുന്നതായിട്ട് പലപ്പോഴും കാണുന്നുണ്ട്. അത് അദ്ദേഹം എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്തു. ഞാനും അത് വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അന്ത്യകാലഘട്ടം എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞു, അന്ത്യകാലഘട്ടം ക്രിസ്തുവിന് ശേഷമുള്ള ആ സമയം എപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്, അല്ലെ? കർത്താവിന് ശേഷമുള്ള കാലഘട്ടം അന്ത്യകാലഘട്ടമാണ്. അപ്പൊ അവസാന കാലഘട്ടമാണ്. ഇപ്പൊ ഈ അവസാന സമയത്തിന് ചില പ്രത്യേകതകളുണ്ട്. പത്രോസിന്റെ ലേഖനത്തിൽ 1 പത്രോസിന്റെ ലേഖനം അതിന്റെ 4:7 ഇങ്ങനെ പറയുന്നുണ്ട്: എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പിൻ. സകലത്തിനും മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കും. 7ാമത്തെ വാക്യമാണ് ഇവിടെ ശ്രദ്ധേയമായിരിക്കുന്നത്. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പിൻ എന്നാണ് പറയുന്നത്. ബി സെൽഫ് കൺട്രോൾഡ് ആൻഡ് സോബർ മൈൻഡഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നിർമ്മതരായിരിപ്പിൻ, സുബോധമുള്ളവരായിരിപ്പിൻ. എന്ത് കാര്യത്തിലാണ്? പ്രാർത്ഥനയുടെ കാര്യത്തിൽ സുബോധമുള്ളവരായിരിപ്പിൻ എന്നാണ് പറയുന്നത്. അതായത് പ്രാർത്ഥന എന്നുള്ളൊരു കാര്യത്തിൽ എപ്പോഴും സുബോധമുള്ളവരായിരിപ്പിൻ ആണാണ് പറഞ്ഞത്. അന്ത്യകാലഘട്ടം ആയതിനാൽ വളരെ ശ്രദ്ധയോടെ നിർമ്മതരായിരിപ്പിൻ. മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പിശാച് നമുക്ക് ഭയങ്കര തിരക്കിട്ട് തരും. നമ്മുടെ ആകുല ചിന്തകളിൽ നമ്മളെ മുഴുകിപ്പിക്കും. നമ്മുടേതായ ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഇപ്പോൾ ഇതെല്ലാം പിശാചിട്ട് തരുന്നതല്ല, നമ്മുടെ ജീവിതത്തിൽ അല്ലാതെയും പല കാര്യങ്ങളുണ്ട്. നമ്മൾ, അല്ലെ, നമ്മുടേതായ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ആകാൻ ഇടയാകരുത് എന്നാണ് പത്രോസ് പറയുന്നത്. ഈ പേഴ്സണൽ പ്രെയർ, ദൈവമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയുടെ കുറവ് ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. അന്ത്യകാലഘട്ടത്തിൽ സംഭവിക്കാവുന്ന ഒരു പ്രധാന കാര്യം ഈ പ്രാർത്ഥന വളരെ കുറഞ്ഞു പോകുന്നൊരു തലത്തിലേക്ക് പോകും. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 21-ാം അധ്യായം 34 മുതലുള്ള വാക്യം: അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാത്തിനും ഒഴിഞ്ഞു പോകുവാൻ മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും. ഒരു പ്രെയർ എന്നുള്ളതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ പിന്നിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് ഈ എൻഡ് ടൈംസിൽ കാണാൻ കഴിയും. എല്ലാവരും കുറെ ആൾക്കാർ തിയോളജിയുടെയും വചനത്തിന്റെയും പുറകിൽ പോകുന്നുണ്ട്. ഇതൊക്കെ നല്ലത് തന്നെ. കുറെ ആൾക്കാർ സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് സമയം കണ്ടെത്തി ഗ്രൂപ്പ് പ്രെയർ, അതിലങ്ങ് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തും. അതായത്, ഇന്ന് പ്രാർത്ഥിച്ചു, ഇന്ന് ആ ഗ്രൂപ്പ് ആ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചല്ലോ, അത് മതി, അതപ്പം പ്രാർത്ഥിച്ചു, അതിലങ്ങ് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തും. 1-2 മണി, ഞാൻ മണിക്കൂറിന്റെ കണക്കല്ല പറയുന്നത്, പക്ഷെ ആ കൂട്ടത്തിലുള്ള പ്രയറിൽ അങ്ങ് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തും. വ്യക്തിപരമായി ദൈവത്തോടുള്ള ആ ഒരു പ്രാർത്ഥന വളരെ കുറഞ്ഞു പോകുന്നതായിട്ട് കാണാൻ കഴിയും. അതിന് പത്രോസ് അത് തന്നെയാണ് പറയുന്നത്. പത്രോസ് എന്തുകൊണ്ട് പറയുന്നു? അതാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ഹൃദയം അതിഭാഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും.
ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്ന് പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. അതായത് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ എന്നാണ് പറയുന്നത്. എന്തിന്? നിങ്ങളുടെ ഹൃദയം അതിഭാഷണത്തിലാകാതിരിക്കാനും ഉപജീവന ചിന്തകളിൽ ഭാരപ്പെട്ടു പോകാതിരിക്കാനും ആ ദിവസം ഒരു കെണി പോലെ വരാതിരിക്കാനും നിങ്ങൾ എപ്പോഴും ഈ സോബർ മൈൻഡ് നഷ്ടപ്പെടാതെ നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഈ ഒരു പ്രാർത്ഥനയ്ക്ക് റെഡിയായി, എപ്പോഴും ഒരു പ്രാർത്ഥനയ്ക്ക് റെഡിയായുള്ള ഒരു മനസ്സ്. അതായത് നമ്മുടെ ഹൃദയം, ആത്മാവ് ദൈവത്തിന്റെ ആലയമാണ്. ആലയം എപ്പോഴും എങ്ങനെയാണ്? ഒരു സ്പിരിച്വൽ കാര്യങ്ങളാണ് ആലയത്തിൽ നടക്കുന്നത് മുഴുവനും, ഭൗതിക കാര്യങ്ങളല്ല. ഒരു ടെമ്പിൾ ആണെങ്കിൽ അവിടെ ടെമ്പിളിന്റെ പർപ്പസ് എന്താണ്? സ്പിരിച്വൽ കാര്യങ്ങളാണ്. ആ ടെമ്പിളിൽ ആരാധനയാണ് നടക്കുന്നത്, ആ ടെമ്പിളിൽ ദൈവിക കാര്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ആലയമാണ്, ടെമ്പിളാണ്. നമ്മളിൽ എപ്പോഴും നടക്കേണ്ടത് എന്താണ്? ഈ പ്രാർത്ഥനയും ദൈവീക കാര്യങ്ങളുമാണ് കൂടുതലും നടക്കേണ്ടത്. പക്ഷെ നമ്മളുടെ തോട്ടും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും എല്ലാം പല കാര്യങ്ങളിലേക്ക് പിൻവാങ്ങിപ്പോയി നമ്മുടെ ആ പർപ്പസ് തെന്നി മാറിപ്പോകുന്നു, വേറെ കാര്യങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ആ അവസാന കാലഘട്ടം നമുക്കൊരു കെണിയായി മാറുകയാണ്. ഈ അന്ത്യ കാലഘട്ടം നമുക്കൊരു കെണിയായി മാറിയിരിക്കുകയാണ്. കാരണം ഈവിൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈവിൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത്രത്തോളം റെഡി ആകുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു കെണിയായി മാറും ഈ സാഹചര്യങ്ങളെല്ലാം. നമ്മളെല്ലാം ആ ദൈവിക പർപ്പസിൽ നിന്ന് തെന്നി മാറുവാൻ ഇടയാകും. ദൈവത്തിന്റെ ആ ഒരു ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റാതെ നമ്മുടേതായ ചിന്തകളിൽ മുഴുകി നമ്മൾ ഈ ഓട്ടത്തിൽ നിന്ന് പതിയെ തെന്നി മാറും. നമ്മൾ വചനം വായിക്കുകയൊക്കെ ചെയ്യും, വചനത്തിന്റെ മർമ്മങ്ങളൊക്കെ ഷെയർ ചെയ്യും, പക്ഷെ ദൈവമായിട്ട് ഒരു റിലേഷൻഷിപ്പും കാണത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകും. തിമോത്തിക്ക് എഴുതിയ ലേഖനം 2 തിമോത്തിക്ക് എഴുതിയ ലേഖനം 3-1 അധ്യായം. ഇത് വളരെ ഡേഞ്ചർ ആയിട്ടൊരു അവസ്ഥ. ഞാനും ഇതിനെ വളരെ ഭയത്തോടെയാണ് കാണുന്നത്. പ്രാർത്ഥന ഇല്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യക്തിപരമായി ദൈവത്തോട് പ്രാർത്ഥന ഇല്ലായ്മ. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പലപ്പോഴും പ്രാർത്ഥനയെ പറ്റി എല്ലാവരും ദൈവത്തോട് സംസാരിക്കുന്ന ഒരു, അല്ലെങ്കിൽ ആവശ്യങ്ങൾ പറയുന്നു. തീർച്ചയായിട്ടും അതൊക്കെയാണ് ദൈവത്തോട് നമ്മുടെ സ്പിരിച്വൽ കാര്യങ്ങളും പറയുന്നു, അതൊക്കെയാണ്. അതിനൊക്കെ അപ്പുറം പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവത്തെ അറിയുന്നതിനോടുള്ള ഒരു ചാനലാണ്, ഒരു മീഡിയമാണ്. നമ്മൾ സൈലന്റ് ആയിട്ടിരുന്ന് മറ്റുള്ളവരിൽ നിന്നെല്ലാം മാറി ദൈവത്തെ അറിയാനും കൂടിയുള്ള ഒരു സമയം കൂടിയാണ് ഈ പ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നുണ്ട്, ദൈവത്തിന്റെ ഹൃദയം അറിയുന്നുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ അറിയുന്നുണ്ട്, ദൈവത്തോട് സൈലന്റ് ആയിട്ടിരുന്ന് ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തോട് അല്ലാതെയും കൂട്ടായ്മയുണ്ട് എപ്പോഴും. പക്ഷെ മറ്റുള്ളവരായിട്ടല്ല, പല ലോകമായിട്ട് കണക്ട് ആയി നിൽക്കുന്നു, പല കാര്യങ്ങളോട്ട് നമ്മൾ കണക്ട് ആയി നിൽക്കുന്നുണ്ട്. നമുക്കൊരു എന്താ പറയുന്നത്, പ്യൂരിറ്റി ഇല്ല ആ കൂട്ടായ്മയ്ക്ക്. ഇപ്പോൾ നിർമ്മലതയില്ല. ആ പ്രാർത്ഥനയിലേക്ക് നമ്മൾ വരുമ്പോൾ ആ നിർമ്മലതയും കൂടെയാണ് വരുന്നത്. മറ്റുള്ള കാര്യങ്ങളെല്ലാം വിട്ട് ആ ഒരു ബന്ധം നിർമ്മലമായി മാറുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ അന്ത്യകാലഘട്ടം ആകുന്തോറും ഈ നിർമ്മലത വളരെ അത്യാവശ്യമാണ്. കാരണം ഈവിൾ അത്രമാത്രം കുതിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത അതാണ്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. മനുഷ്യൻ അവന്റെ ആകുല ചിന്തകളിലും അവന്റെ ആവശ്യങ്ങളുടെയും പുറകിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. 2 തിമോത്തിക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-1 പറയുന്നു, അന്ത്യകാലഘട്ടത്തിൽ ദുർഘട സമയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈമിന്റെ ഈ പ്രത്യേകതയാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ദുർഘട സമയങ്ങൾ, അതായത് മോശ സമയങ്ങൾ. അവിടെ അതിന് താഴോട്ട് പറയുന്നത്, മനുഷ്യർ ദ്രവ്യാഗ്രഹികളും മുമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണ ദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. ഇവിടെ ഈ അധർമ്മത്തിന്റെ ഏറ്റവും പീക്ക് സ്റ്റേജ് ആണ് ഇവിടെ കാണുന്നത്. അതിന്റെ എല്ലാവരോടെ വെളിപ്പെട്ട് വരുമെന്നാണ് പറയുന്നത്. മനുഷ്യർ സ്വസ്നേഹികൾ, സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം. ഈ സ്വസ്നേഹത്തിൽ നിന്ന് മാറാൻ എന്താ പാടാന്നറിയോ? ഈ സ്വസ്നേഹം ഭയങ്കര ഡേഞ്ചറാണ്. അവരവരെ മാത്രം സ്നേഹിക്കുന്ന അവസ്ഥ. ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണ ദേശികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. ഇങ്ങനെ ഒരു ടൈമിലേക്കാണ് നമ്മൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് പത്രോസ് പറയാണ്,
നിങ്ങൾ ഈ സമയത്ത് ആയിരിക്കുന്നു എന്നുള്ള ബോധ്യം മനസ്സിലാക്കി, നിങ്ങൾ ഇങ്ങനെ ഒരു കാലഘട്ടത്തിലായിരിക്കുന്നു എന്നുള്ള ബോധ്യം മനസ്സിലാക്കി സുബോധത്തോടെ പ്രാർത്ഥനയിലായിരിക്കാൻ ആണ് പറയുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ ദൈവം നമുക്ക് വളരെ ദൈവത്തിന്റെ അസാധാരണമായ ശക്തികൾ നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് നമ്മൾ അവന്റെ ശക്തിയിൽ ആശ്രയിച്ച് ദൈവത്തിൽ നിന്ന് തന്നെ ആ ശക്തി പ്രാപിച്ച് നമ്മൾ ഇതിൽ നിന്നെ എല്ലാം ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന വളരെ ആവശ്യമാണ്. നമ്മൾ ദൈവത്തോട് യാചിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. അതായത് ഈ ദാസന്മാരെ യാചിക്കുന്നതല്ല, മക്കൾ അപ്പനോട് യാചിക്കുന്ന പോലെ നമ്മൾ ദൈവത്തിൽ നിന്ന് ഈ വക ദൈവത്തിന്റെ അത്യന്ത ശക്തി നമുക്ക് തരുവാൻ ദൈവത്തോട് യാചിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കണം, ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. പ്രാപിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ശക്തി, അതാണ് ആ ശക്തിയുള്ളവരായി ഇരിക്കണമെന്ന് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ അതാണ് പറയുന്നത്. നിങ്ങൾ ശക്തി ത്യജിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്, അല്ലെ? ഭക്തിയുടെ ശക്തി ത്യജിച്ചിരിക്കുന്നു. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നു എന്നാണ് പറയുന്നത്. ഭക്തിയുടെ വേഷം മാത്രമേ ഉള്ളൂ, ആ ദിവ്യ ശക്തി എന്ത് ചെയ്യുന്നു? ത്യജിക്കുന്നു. ദൈവത്തിൽ നിന്ന് അത് പ്രാപിക്കാനുള്ള ആഗ്രഹമില്ലാതെ ആയി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് അതിനുവേണ്ടി സോബർ ആകുവാനാണ് പത്രോസ് പറയുന്നത്. പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ തന്നെ ഇതിന്റെ തുടക്കത്തിൽ പത്രോസ് പറയുന്നുണ്ട്, എന്തിനായിട്ടാണ് സോബർ മൈൻഡ് അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്? അവർ ആകുല ചിന്തകൾ, ജഡത്തിന്റെ ആഗ്രഹങ്ങൾ, ജഡത്തിന്റെ മോഹങ്ങളുടെ പുറകെ നടന്ന് ആണ് ആ സോബർണിറ്റി നഷ്ടപ്പെട്ടു പോകുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ വല്ലാതെ പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടി? അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി, അവരവരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതല്ല, ഞങ്ങൾ അല്ലാതെയും പ്രാർത്ഥിക്കുന്നുണ്ട്, ആത്മീക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആത്മീക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിനകത്ത് ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആത്മാവിലാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ അത് റിസീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടിയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, പക്ഷെ ലഭിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല? നിങ്ങൾ ആത്മീയമായ ദൈവത്തോട് യാചിക്കുന്നുണ്ട് ആത്മീയ കാര്യങ്ങൾ, പക്ഷെ ലഭിക്കുന്നില്ല. എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? അപ്പോൾ നമ്മൾ ചില 1-2 വാക്കുകൾ കൊണ്ട് പ്രാർത്ഥിച്ച് തൃപ്തരായി തിരിച്ചു വരുന്നതാണ് പലപ്പോഴും. കാരണം എന്താ? നമുക്ക് തിരക്കുണ്ട്, പല കാര്യങ്ങളുണ്ട്. ഇടയ്ക്ക് കോൾ വന്ന് ഫോൺ അടുത്തിരിക്കുമായിരിക്കും, അപ്പോഴായിരിക്കും ഒരു മെസ്സേജ് ടിങ് എന്നും പറഞ്ഞു വരുന്നത്. അപ്പൊ ആ മെസ്സേജ് ഓപ്പൺ ആക്കും, അവിടെ നിന്ന് ഡിസ്ട്രാക്ഷൻ വന്നു, പ്രാർത്ഥന മുടങ്ങി. അപ്പോൾ ആ ഫോൺ എടുത്തു, മെസ്സേജ് നോക്കി കേട്ടപ്പോഴാണ് വേറെ ചില കാര്യങ്ങൾ ഓർത്തു വന്നത്. അപ്പൊ പല കാര്യത്തിലേക്ക് കണക്റ്റഡ് ആയി, പെട്ടെന്ന് സ്കിപ്പായി. അപ്പൊ ആ പ്രാർത്ഥന എന്ത് ചെയ്തു? പതിയെ മാറിപ്പോയി. ആ ആത്മീയ കാര്യങ്ങൾ ഷെയർ ചെയ്ത് ദൈവത്തിന് പറയാനുള്ളത് കേൾക്കാൻ പോലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, സമയം കിട്ടിയില്ല. ഈ അന്ത്യകാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണിത്. നമ്മളെ പല കാര്യങ്ങളിൽ ഇപ്പം അതുകൊണ്ട് എന്താ, അന്ത്യകാലഘട്ടത്തിൽ ജോലി മാത്രമല്ല നമുക്ക് കെണിയായിരിക്കുന്നത്, ടെക്നോളജിയും കൂടെ കെണിയായിരിക്കുന്നത്. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ടെക്നോളജി നമ്മളെ ഇങ്ങനെ സുഖിപ്പിച്ച് പല കാര്യങ്ങളും എന്റർടൈൻ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. പല കാര്യങ്ങളിലേക്ക് നമ്മളെ പണ്ട് പത്രോസും പൗലോസും ഒക്കെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈ മെസ്സേജിന്റെ റിങ്ങിന്റെ പേടിയൊന്നും അവർക്ക് ആവശ്യമില്ലായിരുന്നു. ആരെങ്കിലും വിളിക്കുമോ എന്നുള്ള പേടി അവർക്കില്ലായിരുന്നു. അവർക്ക് എത്ര സമയം വേണേലും ഇരുന്ന് പ്രാർത്ഥിക്കായിരുന്നു ദൈവത്തോട്. പക്ഷെ അന്ത്യകാലഘട്ടത്തിന്റെ പ്രത്യേകത ഇതിങ്ങനെ ഈ ഈ ഈ ടെക്നോളജിയും നോളജും ഇതെല്ലാം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വരും. മനുഷ്യന്റെ നോളജിന്റെ ആദാം കഴിച്ച നന്മതിന്മയുടെ വൃക്ഷഫലത്തിന്റെ മാക്സിമം ഫലം ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കുക. അത് ആസ്വദിക്കാനുള്ള സമയമാണ് നമ്മളിങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജഡത്തിന് അത് കഴിക്കാനുള്ള ആഗ്രഹമാണ്. നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് വരുന്ന ഫലം, അതിന്റെ ഗുണം, അത് കഴിക്കാനായിരിക്കും നമുക്ക് അന്വേഷണം മുഴുവനും. നമ്മൾ ദൈവത്തിന്റെ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലത്തിന്റെ അടുത്തേക്ക് പോകുവാനോ അതിൽ നിന്ന് പ്രാപിക്കുവാനോ ഇന്നും നമുക്ക് മനസ്സില്ല. ശ്രദ്ധിച്ച്, ഇന്നും നമ്മുടെ ലോകത്തിൽ നന്മതിന്മയുടെ ഒരു വൃക്ഷമുണ്ട്. എന്തുണ്ട്? അതുപോലെ ജീവന്റെ വൃക്ഷമായ ക്രിസ്തു ഉണ്ട്. നമ്മൾ കർത്താവിന്റെ അടുക്കലേക്ക് പോകാനാണോ പെട്ടെന്ന് സാധ്യത, അതോ ഈ നന്മന്മരുടെ വൃക്ഷത്തിന്റെ അടുത്തേക്ക് പോകാനാണോ? നന്മന്മരുടെ വൃക്ഷത്തിന്റെ അടുത്തേക്ക്. നമ്മൾ അത് കാണത്ത് പോലുമില്ല, ജീവന്റെ വൃക്ഷം. നിങ്ങൾ ഒരു യാത്ര ചെയ്യുമ്പോഴായാലും വഴി കൂടെ പോകുമ്പോഴായാലും, നമ്മൾ ഇന്ന് ചർച്ചിലോട്ട് വരുന്ന വഴി ഞാനൊരു മണിക്കൂർ യാത്ര ചെയ്താണ്. അപ്പൊ 1 മണിക്കൂർ യാത്ര ചെയ്ത് ഞാൻ കാണുന്നത് മുഴുവനും നന്മതിന്മയുടെ വൃക്ഷത്തിൽ നിന്നുണ്ടായ ചില ഫലങ്ങളാണ് വഴിയോരങ്ങളിൽ മുഴുവനും കാണുന്നത്. ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഉള്ള കാര്യങ്ങളൊന്നും എനിക്ക് കാണാനോ സെൻസ് ചെയ്യാനോ കഴിയുന്നില്ല. ഞാൻ സെൻസ് ചെയ്യുന്ന മുഴുവൻ, കാരണം ഞാൻ ഈ കാഴ്ചയുടെ ലോകത്തിലായതുകൊണ്ട് ഞാൻ ഈ കാണുന്നത് മുഴുവൻ ഈ പുറമേ ഉള്ളതാണ്. അതിന്റെ മനോഹരത്വവും ഗ്ലോറിയാണ് ഞാൻ കാണുന്നത്. അതിനകത്ത് ഞാൻ അങ്ങ് വശീകരിക്കപ്പെടുകയാണ് അറിയാതെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായിരിക്കണം? നമുക്കൊരു സോബർണിറ്റി, ഒരു പ്യൂരിറ്റി, ദൈവമായിട്ടുള്ള നിർമ്മലത, പ്രാർത്ഥനാ കണക്ഷൻ അകമേ, പുറമേ അല്ല, അകമേ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കണം. എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 1 പത്രോസിന്റെ 4-ാം അധ്യായത്തിൽ അതിന് 3 മുകളിലെ വാക്യത്തിൽ പത്രോസ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് താഴോട്ട് വന്നിട്ട് ഇത് പറയുന്നത്. വായിക്കാം ആർക്കെങ്കിലും? 1 പത്രോസ് 4-ന്റെ 3 മുകളിലെ വാക്യം. കാമാർത്ഥികളിലും
മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. കാലം പോക്കിയത് മതി, സമയം കളഞ്ഞത് മതി എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ വെറുതെ സമയം കളയാം. നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ആക്കരുത്. നിങ്ങളുടെ സമയം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ചെലവാക്കാനാ പറയുന്നത്. സോബർണിറ്റിയിൽ ഈ കാര്യങ്ങളെല്ലാം കട്ട് ഓഫ് ഇതിൽ നിന്നെല്ലാം മാറ്റി നിർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് സമയം കണ്ടെത്താനാ പറയുന്നത്. ദൈവത്തോട് നിർമ്മലമായ ആ ബന്ധം കീപ്പ് ചെയ്യുന്നതിന് സമയം കണ്ടെത്താനാ പറയുന്നത്. അല്ലെ, കാമാർത്ഥികൾ എന്ന് പറയുന്നത് സെൻഷ്വൽ ലിവിങ് എന്നാണ് ESV പറയുന്നത്. അതായത് നമ്മുടെ പുറമേ ഉള്ള ലിവിങ്, ആ ഒരു ഇന്ദ്രിയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുന്ന ആ ജീവിതത്തിൽ നിന്ന് കട്ട് ഓഫ് ആകാനാ പറയുന്നത്. അതിൽ നിന്ന് കട്ട് ഓഫ് ആകുന്ന എത്ര സമയം നമുക്കുണ്ട്? പതിയെ 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 ഒരാള് ഇതിൽ നിന്ന് വളർന്ന് അയാൾ ആ പുറമേ ഉള്ളത് പൂർണ്ണമായും വെടിയുന്ന അവസ്ഥയിലേക്ക്, അല്ലെ, അതാ പഴയ വിശുദ്ധന്മാരെയൊക്കെ കാണും. ഇവൻ പഴയ കാലത്തിലേക്ക് പോകേണ്ടി വന്നു. ഒരാളെ കാണണമെങ്കിൽ, പഴയ ഒരു വിശുദ്ധനെ കാണണമെങ്കിൽ പഴയ കാലത്തിലേക്ക് പോകേണ്ടി വരുവാണ്. പുതിയ കാലത്തിൽ ആരുമില്ലേ? ക്രിസ്തു ജീവിക്കുന്നില്ലേ നമ്മളുടെ ഇടയിൽ? ആകെ ജീവിക്കുന്നുണ്ടെന്ന് പറയുന്നത് ഞായറാഴ്ച ഏതൊരു അത്ഭുതം കാണുമ്പോഴാണ് ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് പറയുന്നത്. അല്ലാതെ ക്രിസ്തുവിന്റെ ലൈഫ് നമുക്ക് കാണിക്കണമെങ്കിൽ പഴയ കാലഘട്ടത്തിലേക്ക്, പഴയ വിശുദ്ധന്മാരിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നു. പുതിയ കാലഘട്ടത്തിൽ ഒരു വിശുദ്ധനും ഇല്ലേ ഈ വെളിച്ചം കാണിക്കാനായിട്ട് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകുന്നു. കാരണം അതാ ഈവിൾ അത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നു. ഈ ഈവിൾ വർദ്ധിക്കും തോറും നമ്മുടെ ലൈറ്റ് അത്രമാത്രം വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ലൈറ്റ്, ക്രിസ്തുവിന്റെ വെളിച്ചമുള്ളവരായി നമ്മൾ ജ്വലിച്ചില്ല എങ്കിൽ നമ്മൾ ഈ ഇരുട്ടിനകത്ത് മരവിച്ചു പോകും. അത് ഈ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തോടുള്ള സ്നേഹം ദൈവ സ്നേഹത്തെ മരവിപ്പിക്കും എന്നാണ് ബൈബിള് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 24:12 പറയുന്നത്, അന്ത്യകാലഘട്ടത്തിൽ അധർമ്മം പെരുകുമ്പോൾ പലരുടെയും സ്നേഹം എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? തണുത്തു പോകുന്ന പറയുന്നത്. മരവിച്ചു പോകും, തണുത്തു പോകും. അപ്പോൾ സ്നേഹം, എന്ത് സ്നേഹമാണ് മരവിച്ചു പോകുന്നത്, തണുത്തു പോകുന്നത്? ദൈവസ്നേഹമാണ് തണുത്തു പോകുന്നത്. ഈ ലോകത്തോടുള്ള സ്നേഹം ഇങ്ങനെ ഇൻക്രീസ്ഡ് ആകുമ്പോൾ എന്ത് ചെയ്യുന്ന പറയാം? ഈ ലോകത്തോടുള്ള സ്നേഹം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ലസ്റ്റ് എന്നുള്ള വാക്ക് തന്നെ പറയാനായിട്ടുണ്ട്. അതായത് കാമാർത്ഥികളായിരിക്കുന്നത്, അതായത് അത് പല രീതിയിലാണ് വരുന്നത്. ഈ ലോകത്തോടുള്ള ലസ്റ്റ് പല ഡയമെൻഷനിലാണ് വരുന്നത്. അതിന്റെ തീഷ്ണത, അതിന്റെ തീവ്രത ദൈവത്തോട് നമുക്കുള്ള സ്നേഹത്തെ ഇല്ലാതാക്കി കളയുന്നു, തണുപ്പിച്ച് കളയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തെ ഇല്ലാതാക്കുന്ന ഒരൊറ്റ വിഷയം ഈ ലസ്റ്റാണ്. ലസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, എല്ലാം ഇൻക്ലൂഡഡ് ആയിപ്പെടും. ലോകത്തോടുള്ള സ്നേഹം എന്നുള്ള വാക്ക്, ആ സ്നേഹം എനിക്ക് പറയാൻ താല്പര്യമില്ല. ലോകത്തോടുള്ള ഭ്രമം, ആ ഒരു പരവേശം, ആർത്തി, ആ ആർത്തി ദൈവത്തോടുള്ള സ്നേഹത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക, തണുപ്പിച്ച് കളയും. നമ്മൾ എപ്പോഴെങ്കിലും ദൈവസ്നേഹം ഇല്ലാതിരിക്കുന്ന സമയത്തെല്ലാം നമ്മൾ ഈ ലോകത്തോടുള്ള ആ ഒരു തീവ്രമായ അഭിനിവേശത്തിൽ ആയിരിക്കും. അത്ര തീവ്രത അനുഭവിക്കുന്നില്ലെങ്കിലും അതിന്റെ അല്പമൊക്കെ ആയിരിക്കും നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലസ്റ്റ് നമ്മളിൽ വർദ്ധിക്കുമ്പോൾ ഈ ദൈവസ്നേഹം കാണാതെ അതൊന്നും വർക്ക് ചെയ്യുന്നില്ല. അതവിടെ ഉണ്ട്, പക്ഷെ വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അത് ഭയങ്കര എന്താ പറയുന്നത്, നിസ്സഹായ അവസ്ഥയിൽ ഇരിക്കുന്നു. കണ്ണീര് മാത്രം കൊണ്ടുവരുന്നു, വേറെ ഒന്നും കൊണ്ടുവരുന്നില്ല. ലസ്റ്റ് നല്ല ഉഗ്ര പവറോടുകൂടി വർക്ക് ചെയ്യുന്നു. ലോകത്തിന്റെ മോഹം അതിന്റെ പവറോടുകൂടി വർക്ക് ചെയ്യുന്നു. ദൈവസ്നേഹം വളരെ ക്ഷീണിച്ച് ഇരിക്കുന്നു, തണുത്തിരിക്കുന്നു. എന്താണ് കാരണം? ഈ അന്ത്യകാലഘട്ടത്തിന്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പത്രോസ് പറയുന്നത്. ഈ ലവും ലസ്റ്റും തമ്മിൽ, ദൈവസ്നേഹവും അത് ലോകസ്നേഹവും തമ്മിൽ വേർതിരിച്ച്, അത് ഓപ്പോസിറ്റ് ആണെന്ന് പറയുന്നത്. അത് ലോകസ്നേഹം ഞാൻ പറയുന്നില്ല, ലോകത്തോടുള്ള ഭ്രമം എന്ന് തന്നെയാണ് പറയേണ്ടത്. ദൈവസ്നേഹം ഉള്ളിടത്ത് ഈ ലോകത്തോടുള്ള ഭ്രമം വളരെ കുറവായിരിക്കും, അത് വളരെ ഡിക്രീസ്ഡ് ആയിരിക്കും, ഒട്ടും കാണത്തില്ല. അതിങ്ങനെ വർദ്ധിച്ചിരിക്കുന്ന സ്ഥലത്ത്. പക്ഷെ ലോകത്തോടുള്ള സ്നേഹം വർദ്ധിക്കും തോറും ആ ഭ്രമം, ആ രാഗമോഹം നമ്മളിൽ അത് വർദ്ധിക്കും തോറും ഈ ദൈവസ്നേഹം നമ്മളിൽ കാണത്തില്ല. അല്ലാതെ നമുക്ക് ദൈവസ്നേഹം ഇല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണീരൊഴുക്കാം, ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ വചനങ്ങളുടെ മർമ്മങ്ങൾ മനസ്സിലാക്കാം, വെളിപ്പാടുകൾ, ദൈവത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ ഉണ്ടെങ്കിൽ ഒരു ഇൻഫർമേഷനായി നമ്മുടെ ഉള്ളിലൊക്കെ കയറും. എല്ലാം നമുക്ക് മനസ്സിലാവും, നമുക്ക് ജീവൻ വെളിപ്പെടുത്തില്ല. നമുക്ക് എല്ലാം അറിയാം, പക്ഷെ ജീവൻ വെളിപ്പെടുത്തില്ല. ഒരാള് നമ്മളോട് ക്രിസ്തുവിന്റെ നീതി വെളിപ്പെടുത്താൻ നമ്മുടെ മുന്നിൽ ഡിമാൻഡ് ചെയ്യുമ്പോൾ അത് വെളിപ്പെടുത്താൻ നമുക്ക് കഴിയത്തില്ല. അതെന്താ കാരണം എന്തറിയോ? നമ്മുടെ ഉള്ളിൽ ഈ ദൈവസ്നേഹമില്ല. നമ്മളെ തന്നെ മരിക്കാനായി വിട്ടുകൊടുപ്പിക്കുന്ന ആ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ തണുത്തുറച്ചിരിക്കുക. അതുണ്ട്, പക്ഷെ തണുത്തിരിക്കുക. ഈ അന്ത്യകാലഘട്ടത്തിന്റെ പ്രത്യേകത അത്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് 4:7-8 വാക്യങ്ങൾ. എന്നാൽ 8ാമത്തെ വാക്യം എന്ന് പറയോ, വായിക്കാവോ?
സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ. സകലത്തിനും ഇത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പത്രോസ് എന്താ പറയുന്നത്? സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ കുറയ്ക്കുന്നു. ഇപ്പൊ പാപം, ലോലെസ്നെസ് എവിടെ ഇല്ലാതാകുന്നു? സ്നേഹം വർദ്ധിക്കുമ്പോൾ, ദൈവസ്നേഹം വർദ്ധിക്കുമ്പോൾ ഇല്ലാതാകുന്നു ഈ ലോകത്തോടുള്ള സ്നേഹം. എന്നാൽ ലോകത്തോടുള്ള സ്നേഹം, അതിനോടുള്ള രാഗമോഹങ്ങൾ എന്നിൽ ദൈവസ്നേഹത്തെ എന്ത് ചെയ്യുന്നു? മരവിപ്പിക്കുന്നു, തണുപ്പിക്കുന്നു. ഇനി ഇത് എന്നിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിപ്പാനാണ് പത്രോസ് പറയുന്നത്. പത്രോസ് പ്രാർത്ഥിപ്പിൻ എന്നാണ് പറയുന്നത്. ഇത് അന്ത്യകാലഘട്ടമായിരിക്കാൽ എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സംഭവിച്ചിരിക്കുന്നു. എല്ലാത്തിന്റെയും മാക്സിമം ഔട്ട്പുട്ട് വരാൻ വന്നിരിക്കുന്നു. എന്തിന്റെ? പാപത്തിന്റെ മാക്സിമം ഔട്ട്പുട്ട് വന്നിരിക്കുന്നു. അന്ത്യകാലഘട്ടം അവസാനം സമീപിച്ചിരിക്കുന്നു. എന്തിന്റെ? പാപത്തിന്റെ മാക്സിമം. അതിങ്ങനെ റിസൾട്ട് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ സോബറാകുവിൻ എന്നാണ് പറയുന്നത്. എങ്ങനെ പ്രാർത്ഥിക്കണം? മത്തായിയുടെ സുവിശേഷത്തിൽ അതിന്റെ 6-ാം അധ്യായം 10-ാമത്തെ വാക്യം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഈ 10-ാമത്തെ വാക്യം നമുക്ക് എടുക്കാം. 9-ഉം 10-ഉം വാക്യങ്ങള്. നിങ്ങൾ ഈവണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഇവിടെ വേറൊരു മർമ്മം, ഒരു ഒളിഞ്ഞിരിപ്പുണ്ട്. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു എന്റെ ഹൃദയത്തിൽ വാഴണമേ എന്നാണ് ആദ്യത്തെ പ്രാർത്ഥന. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. നിങ്ങളുടെ മോഹങ്ങളല്ല നിങ്ങളുടെ ഹൃദയത്തിൽ വാഴേണ്ടത്, ദൈവം ഹൃദയത്തിൽ. അപ്പൊ ഓരോ ദിവസവും നമ്മൾ ഇത് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം എന്റെ ഹൃദയത്തിൽ വാഴണം, അവന്റെ നീതി, അവൻ പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും ദൈവത്തിന്റെ നീതിയും എന്റെ ഹൃദയത്തിൽ വാഴേണ്ടതായിട്ടുണ്ട്. അതാണ് റോമാലേഖനം 5:21 പറയുന്നു, പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടത് തന്നെ. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് നമ്മൾ ഹൃദയങ്ങളിൽ നീതിയായി നിത്യജീവനായി കൃപ വാഴേണ്ടതിന്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന ഇതാണ്: കർത്താവെ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ എന്നതുപോലെ എന്റെ ഹൃദയങ്ങളിൽ വാഴേണ്ട, ഭൂമിയിൽ വാഴണം എന്ന്. ഭൂമിയിൽ അപ്പോൾ ആരാണ്? ഭൂമിയിൽ സഭയാണ് ഇരിക്കുന്നത്. ഭൂമിയിൽ അപ്പോൾ കർത്താവിന്റെ ഇഷ്ടം നടക്കുമോ സ്വർഗത്തിൽ എന്ന പോലെ? നടക്കത്തില്ല. കർത്താവിന്റെ ഇഷ്ടം ഈ ഭൂമി മാറിപ്പോകുന്നിടം വരെ നടക്കത്തില്ല. പക്ഷെ നമ്മളുടെ ഹൃദയങ്ങളിൽ നടക്കുന്ന, ഭൂമിയിലായിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ അവന്റെ ഇഷ്ടം നിറവേറപ്പെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എന്റെ ഹൃദയം അവന്റെ ഇഷ്ടത്താൽ നിറവേറപ്പെടണമേ, അല്ലെ, നിയന്ത്രിക്കപ്പെടണമേ, വാഴണമേ എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത് ഞാൻ മനസ്സിലാക്കുന്ന എല്ലാവർക്കും വചനങ്ങളെല്ലാം അറിയാം, വചനത്തിന്റെ വെളിപ്പാടുകളും എല്ലാം ഉണ്ട്. പക്ഷെ ഈ പ്രാർത്ഥന ലൈഫ് വളരെ കുറഞ്ഞു പോകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ദൈവത്തിന്റെ സോവർണിറ്റി, ഈ ഡോക്ടറിനും തിയോളജിയൊക്കെ നമ്മളെ പ്രെയർ ലൈഫിൽ നിന്ന്, എന്നാൽ പ്രാർത്ഥിക്കുന്നവർ വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നതുമില്ല. അതാണ് ഇന്ന് കാണുന്നൊരു പ്രശ്നം. ചില ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഒരു കാര്യമില്ല. ചില ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, അവർക്ക് വചനം വെളിപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല. ഇങ്ങനെ 2 തരം ആൾക്കാരെയാണ് വിശ്വാസികളുടെ ഇടയിൽ കാണുന്നത്. 1 കൊരിന്ത്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം 20-ാമത്തെ വാക്യം, ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്രേ ആകുന്നു. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്രയാകുന്നു. വചനം വളരെ വാക്ക് മാത്രമാകുന്നു. അത് ദൈവത്തിന്റെ ആത്മാവില്ലെങ്കിൽ അത് വളരെ അക്ഷരം മാത്രമാണ്. വചനത്തിലല്ല ദൈവരാജ്യം. ദൈവരാജ്യം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാലാണ് നടക്കുന്നത്, അല്ലെ? ദൈവരാജ്യം ദൈവത്തിന്റെ ശക്തിയാലാണ് നമ്മുടെ ഉള്ളിൽ പ്രാവർത്തികമാകുന്നത്, നമ്മുടെ ഉള്ളിൽ ജീവനെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ കുറെ ഡോക്ടറിനും തിയോളജിയും മാത്രം മനസ്സിലാക്കിയോണ്ട് ഒരു കാര്യമില്ല. നമ്മൾ ആത്മാവിന്റെ ശക്തി പ്രാപിക്കുന്നില്ല എങ്കിൽ, ദൈവത്തിൽ നിന്ന് അത് പ്രാപിക്കുന്നില്ല എങ്കിൽ, ഇതൊന്നും നമ്മൾ ജീവനായി വെളിപ്പെടുകയില്ല. അപ്പൊ അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നത്, 6:10 പറയുന്നു, എഫേസ്യ ലേഖനം 6:10 പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അപ്പോൾ അവസാന കാലഘട്ടമാകുമ്പോൾ പൗലോസും പത്രോസും എല്ലാരും പറയുന്നതാണ്, അവന്റെ ശക്തിയിൽ ആശ്രയിപ്പിൻ, അവനിൽ ശക്തിപ്പെടുവിൻ, എപ്പോഴും പ്രാർത്ഥിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിന്, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. നിങ്ങൾ നിങ്ങളുടെ സോവറൻ മൈൻഡ് നഷ്ടപ്പെടുത്തരുത്. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിൽ നിന്ന് വീണു പോകുന്നതിന്റെ ഒരു അടയാളം കൂടിയാണ് കേട്ടോ ഈ പേഴ്സണൽ പ്രെയർ ഇല്ലാതാകുന്നത്. നിങ്ങൾ വചനമൊക്കെ വായിക്കും, പക്ഷെ നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് വീണു പോയിരുന്നിരിക്കും.
അത് വളരെ അത്ഭുതകരമാണല്ലേ. വിശ്വാസത്തിൽ നിന്ന് വീട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ ഒക്കെ കഴിയും, നമുക്ക് വചനം വായിക്കാൻ കഴിയും, വെളിപ്പാട് പറയാൻ കഴിയും. പക്ഷെ ദൈവത്തിന്റെ ജീവനിലുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് ഒന്നും കാണത്തില്ല. ഈ റിലേഷൻഷിപ്പ് അകന്നു പോകുന്നതിനെയാണ് വീഴ്ച എന്ന് ബൈബിൾ പറയുന്നത്. നമ്മൾ വിശ്വാസത്തിലൊക്കെ ആയിരിക്കും, പക്ഷെ ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ല. ദൈവം എന്തെന്ന് പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല, ദൈവത്തിന്റെ ശക്തി അനുഭവിക്കാൻ കഴിയുന്നില്ല, മാനസാന്തരമില്ല. അതെ, അനുതാപമില്ലാത്ത മാനസാന്തരം ഇല്ല. അതായത് മാറ്റങ്ങൾ കൊണ്ടുവരാത്ത, ജീവനിലേക്ക് നടത്തിക്കാത്ത മാനസാന്തരവും ഇല്ല. ചുമ്മാ കരയുന്നു, പിന്നെ അത് തന്നെ ആവർത്തിക്കും. അപ്പോൾ നിങ്ങൾ കരയുന്നവർ ഒരുപാടുണ്ട്, പാപത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാടുണ്ട്. അവരുടെ വിഷമം ഞാൻ മനസ്സിലാക്കും. അതൊക്കെ ദൈവം ചില കാര്യങ്ങൾ ചിലവരുടെ ലൈഫ് തോറും അവരെ മാനസാന്തരത്തിലൂടെ കടത്തിക്കൊണ്ട് പോകും. ചില മുറുകെ പറ്റുന്ന പാപങ്ങളുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത് ദൈവമായിട്ടുള്ള യഥാർത്ഥ ഒരു മാനസാന്തരം ഇല്ലാതെ ചില ആൾക്കാർ ചുമ്മാതെ പ്രാർത്ഥിക്കുന്നു, കരയുന്നു, പെട്ടെന്ന് പോകുന്നു, അല്ലെ? ഒരു ജസ്റ്റ് ഒരു പ്രവൃത്തിയുടെ പുറമേ ഉള്ള ഒരു പ്രവർത്തനം മാത്രമായി ഈ പറയുന്ന ദൈവമായിട്ടുള്ള ബന്ധം മാറുന്നു. അല്ലാതെ ആത്മീകമായ ഒരു ബന്ധമില്ല, പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ല. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം. എന്നിട്ടാണ് ഈ 6-ാം അധ്യായത്തിൽ പ്രാർത്ഥനയെ പറ്റി പറയുന്നത്, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാൻ എങ്ങനെയാ പറയുന്നത്? രഹസ്യത്തിൽ, പരസ്യമായി നല്ല ഉച്ചത്തിൽ ഭയങ്കര മനോഹരമായി പ്രാർത്ഥിക്കാനൊന്നും അല്ല പറയുന്നത്. ആൾക്കാരെ കേൾപ്പിക്കാൻ വേണ്ടി നമ്മൾ ഭയങ്കര മനോഹരമായി പ്രാർത്ഥിക്കാറുണ്ട്. ഇതിലൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ ജനം ചുമ്മാ ചീർക്കുന്നതേ ഉള്ളൂ, അല്ല വേറെ ഒരു കാര്യമില്ല. നമ്മൾ നന്നായി പാട്ട് പാടിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ചീർക്കുന്നത്. നന്നായി ആരാധിക്കും. ഇത് ഞാൻ പറയുന്നത് നന്നായി പാട്ട് പാടണ്ടെന്നല്ല കേട്ടോ, നന്നായി പാട്ട് പാടണം. അതല്ല, നമ്മൾ ചിലവരുണ്ടല്ലോ പാട്ട് പാടുമ്പോൾ അവർക്ക് തന്നെ ഒരു മഹത്വം കണ്ടെത്തുന്നതിന് വേണ്ടി പാട്ടുപാടി ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ അതല്ല നമുക്ക് വേണ്ടത്. പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ് പ്രധാനമായി, അത് വേണം. പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ് ദൈവമായിട്ട് വേണ്ടത്. സീക്രട്ടായി, രഹസ്യമായി നമ്മൾ ദൈവത്തോട്, കർത്താവ് പലയിടങ്ങളിൽ രഹസ്യമായി ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മലയരയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. പത്രോസ് പ്രാർത്ഥിക്കുന്ന, അപ്പോസ്തലർ പ്രവർത്തിക്കാതെ പൗലോസ് പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. പലരും അറേബ്യ ദേശങ്ങളിൽ പൗലോസ് ആദ്യമേ പ്രാർത്ഥിച്ചു. 14 വർഷങ്ങൾക്ക് മുമ്പ് താൻ പ്രാർത്ഥിച്ചിരുന്നു, താൻ കണ്ട വെളിപ്പാടിനെ പറ്റിയൊക്കെ പൗലോസ് പറയുന്നുണ്ട്. എല്ലാ ദേവദാസന്മാർക്കും പേഴ്സണൽ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ആ പ്രാർത്ഥന ഉണ്ടായി. കർത്താവ് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്ത് പ്രാർത്ഥിച്ചു എന്നുള്ളത് എനിക്കറിയത്തില്ല, ബൈബിൾ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ദൈവമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ്, കർത്താവ് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? ഇപ്പൊ കർത്താവ് ലോകത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ തീർച്ചയായിട്ടും പലവിധ പ്രാർത്ഥനകൾ കർത്താവിനുണ്ടായിരുന്നു, മഹാപുരോഹിത പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് എന്താ പ്രാർത്ഥിച്ചതെന്ന് അറിഞ്ഞില്ല. പക്ഷെ വിശുദ്ധന്മാരെല്ലാരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ എല്ലാവരും നമുക്ക് കാണാൻ കഴിയും. പലരും ഒറ്റയ്ക്ക് ഏകാന്തമായിരുന്നു ദൈവത്തോട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ലോകത്തോടെല്ലാം സെപ്പറേറ്റഡ് ആയി ഇരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ലോകത്തോട് സെപ്പറേറ്റഡ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും ഒരാള് ക്രൗഡിന്റെ ഇടയ്ക്ക് നിന്ന് ലോകത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയി ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയും, അല്ലെ? ഈ നിന്റെ നടുക്കിരിക്കുമ്പോൾ തന്നെ, ജോലിയുടെ മധ്യത്തിലായിരിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ളതെല്ലാം മറന്ന് ദൈവത്തോട് അപ്പൊ നിരാശപ്പെടുന്നവരുണ്ടായിരിക്കും. മണിക്കൂറുകൾ ജോലി, ദൈവത്തോട് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് എല്ലാ സമയങ്ങളിലും ദൈവത്തോടൊരു അല്ലെങ്കിൽ ഏകാഗ്രത അതുണ്ടായിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഏകാഗ്രതയാണ് വേണ്ടത്. ഒരു കോൺഷ്യസ്നെസ് ദൈവമായിട്ടുള്ള, അത് കട്ട് ഓഫ് ആകാൻ പാടില്ല. എപ്പോഴും ഒരു പ്രാർത്ഥനയുടെ ഏകാഗ്രത വേണം. ഇപ്പൊ എല്ലാ ദിവസവും മുറിക്കകത്ത് അടച്ചിരുന്ന് പ്രാർത്ഥിക്കാനൊന്നും എല്ലാവർക്കും കഴിയുന്നു വരത്തില്ല. പക്ഷേ അതാണ് ഈ കാലഘട്ടത്തിന്റെ വേറൊരു പ്രത്യേകത. അതാണ് ഇതിന്റെ ഒരു ചതിയും. പറ്റത്തില്ല. അതാണ് ഈ അന്ത്യകാലഘട്ടത്തിന്റെ പ്രത്യേകത. അത് നമ്മളെ കൊണ്ട് ഈ കാലഘട്ടം സമ്മതിപ്പിക്കത്തില്ല, അല്ല? ഞാനും അറിയാതെ പറഞ്ഞ് അതിനകത്തോട്ട് തന്നെ വീണു. അപ്പൊ അതാണ് ഈ സമയത്തിന്റെ പ്രത്യേകത. അത് ഒട്ടും പോസിബിൾ അല്ല, പ്രാക്ടിക്കൽ അല്ല ഈ കാലഘട്ടത്തിൽ. ഇവിടെ നമ്മൾ ദൈവമായിട്ടുള്ള ഏകാഗ്രത കണ്ടെത്തുന്നവരായിരിക്കണം. എങ്ങനെ എന്നുള്ളതൊക്കെ ദൈവം നിങ്ങൾക്ക് തരുന്ന പരിജ്ഞാനത്തിന് ഒത്തവണ്ണം നിങ്ങൾ ആയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തില് കർത്താവ് തന്നെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞങ്ങളെ പരീക്ഷയിൽ കർത്താവ് ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ദുഷ്ടനിൽ നിന്ന് എല്ലാ ദിവസവും ഈ പ്രാർത്ഥനകൾ, ഈ നമുക്ക് മുമ്പിൽ ഒരുപാട് ടെംപ്റ്റേഷൻസ് ഉണ്ട്, ഒരുപാട് ട്രയൽസ് വരുന്നുണ്ട്. ദൈവമായിട്ടുള്ള ഏകാഗ്രതയാണ് നമ്മളെ ഇതിൽ നിന്നെല്ലാം മാറ്റി നമ്മളെ ദൈവമായിട്ടുള്ള ആ ഒരു യൂണിറ്റിക്കകത്ത്, ആ ഒരു ഫെലോഷിപ്പിനകത്ത് ഇതിന്റെ നടുവിലൂടെ എല്ലാം പോകുന്നത്. ഒരു ടെമ്പിള് ലോകത്തിന്റെ തിന്മയുടെ നടുവിലൂടെ ഇങ്ങനെ പ്രകാശമായി കടന്നു പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലാണ് ദൈവമക്കൾ ലോകത്തിൽ കടന്നു പോകേണ്ടത്. ഈ പ്രകാശം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ പ്രകാശം നമുക്ക് പരിജ്ഞാനമായിട്ടാണ് ലോകത്തിൽ ആൾക്കാർ കാണുന്നത്, അല്ലാതെ ലൈറ്റായിട്ടല്ല കാണുന്നത്, പരിജ്ഞാനമായിട്ടാണ് കാണുന്നത്. ഇത് ലോകത്തിലുള്ളവർക്ക് ഒരു സൗരഭ്യവാസനയായി, ഫ്രേഗ്രൻസ് ആയി
മാറും നമ്മുടെ പരിജ്ഞാനം, നമ്മുടെ വെളിച്ചം. ഇത് നമ്മൾ അനുഭവിക്കുന്ന ഈ കൂട്ടായ്മയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ഒക്കെയാണ് ഇത് നമുക്ക് വെളിപ്പെട്ട് വരുന്നത്. അതുകൊണ്ട് ഈ അന്ത്യകാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ ആ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ ആയിരിക്കാനും പ്രാർത്ഥനയിലായിരിക്കാനും ആ ഏകാഗ്രതയുള്ളവരായിരിക്കാനും ഓരോ സാഹചര്യങ്ങളും ദൈവം എന്തെന്ന് നല്ല തന്റെ ഇടത്തോടെ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നിൽക്കുന്നവർക്ക് പറയാൻ കഴിയും. ഇത് വെളിച്ചത്തിൽ അവർക്ക് കാണാം എല്ലാ സാഹചര്യങ്ങളും, എല്ലാ തിന്മയുടെ മധ്യത്തിലും അവർക്ക് ദൈവമായിട്ടുള്ള ആ ഒരു കൂട്ടായ്മ അവർക്ക് വെളിച്ചം കണ്ടെത്തും. എല്ലാ സാഹചര്യങ്ങളും എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലായിടവും ക്രിസ്തുവിന്റെ പരിജ്ഞാനം അവരെ മനോഹരമായി കൊണ്ടു നടത്തും, സൗരഭ്യവാസനയാക്കും. എല്ലായിടവും അവർക്ക് ജയോത്സവം നേടുവാൻ കഴിയും. അതല്ലേ രണ്ട് കൊരിന്ത്യ ലേഖനം അതിന്റെ 2-ാം അധ്യായം 2:14 ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലായിടത്തും ജയോത്സവമായി തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം. ആ വാസന വെളിപ്പെടുത്തണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ദൈവമായിട്ടുള്ള വ്യക്തിപരമായ കൂട്ടായ്മ വേണം. എന്നാലേ ദൈവം നമ്മുടെ വ്യക്തിപരമായി നമ്മളെ ഏത് പരിജ്ഞാനത്തിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥനയിൽ ഒറ്റിരിക്കുന്നവരായിരിക്കാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ സമാധാനവും കൃപയും നമ്മോട് കൂടെ എപ്പോഴും ഇരിക്കുമാറാകട്ടെ. സ്തോത്രം.